ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ബാലചന്ദ്രൻ. ഊരിൻ്റെ മക്കൾ എന്ന വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലോട്ട് വരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വിദൂര പേപ്പാറ ഡാമിൻ്റെ ഏറ്റവും മുകൾ ഭാഗമായ ചാത്തൻകോട് ചിമ്മാങ്കാല എന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ വീട് അവിടെയാണ്. വിതുരയിൽ നിന്നും ബോണക്കാട് പോകുന്ന റൂട്ടാണ് നമ്മൾ ഈ ചാത്തൻകോട് ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ വിതുരയിൽ നിന്നൊരു 15 കിലോമീറ്ററോളം കഴിഞ്ഞ ജഡ്സി ഫാമായി. അത് കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പ് ചെക്ക് പോസ്റ്റാണ്. ചെക്ക് പോസ്റ്റ് അവിടെ ചെന്നിട്ടാണ് നമ്മൾ ഈ ചാത്തൻകോട് ചെമ്മാങ്കലോട്ട് പോകുന്നത്. ഡാമിൽ ഇപ്പോൾ വെള്ളമൊക്കെ കുറഞ്ഞ് കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. പോകാം വീഡിയോയിലേക്ക്. അതിവിശാലമായ പേപ്പാറ ഡാമിലെ പേരിലേക്ക് എത്തി. വന്ന് നിൽക്കുന്നത് പേപ്പാറ ഡാമിലെ ഏറ്റവും മുകൾ ഭാഗമായ ചാത്തൻകോട് ചെമ്മാങ്കാലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ചെമ്മാങ്കാല വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ പേപ്പാറ ഡാമിൻ്റെ രേഖയിലൂടെ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമാണ് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം ഏറ്റവും താഴെ കുറഞ്ഞിടക്കുകയാണ്. ഏറ്റവും താഴോട്ട് ശരിക്കും കുറഞ്ഞിടക്കുകയാണ്. അത് വെള്ളം കയറുന്ന രീതിയിൽ മൊത്തം ഫുള്ളായിട്ട് ഫുള്ളായിട്ട് കിടക്കും. ഇവിടെ വന്ന കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരം വന്ന ആന കാണാം. പിന്നെ ആനയുണ്ടെങ്കിൽ ആന കാണാം. പിന്നെ ഇവിടെ മുകൾ ഭാഗത്ത് വെള്ളം കുറഞ്ഞിടക്കണമെങ്കിൽ പിള്ളേർക്ക് ഇവിടെ ഗ്രൗണ്ട് ക്രിക്കറ്റ് കളിക്കുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇവിടെ വന്നാൽ തന്നെ നമുക്ക് നമ്മളെ പൊന്മുടി കാണാൻ പറ്റും. പൊന്മുടിയാണ് ഉയർന്നു വന്ന 2 മലയാണ്. പൊന്മുടിയാണ് കാണാൻ പറ്റുന്നത്. പിന്നെ നമ്മുടെ ബോണക്കാട് കുരുട്ടുമലയാണ്. അങ്ങോട്ട് ഈ ഭാഗത്ത് കാണുന്ന കുരുട്ടുമലയാണ്. പിന്നെ താഴോട്ടൊക്കെ നമുക്ക് ശരിക്കും സ്ഥലങ്ങളുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് അവിടെ പയ്യന്മാർക്ക് വെള്ളം കുറഞ്ഞ സമയത്ത് അവിടെ ക്രിക്കറ്റ് കളിക്കാൻ സ്ഥലമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. ഇവിടെയാണ് ആ പയ്യന്മാരെല്ലാം ഇപ്പം വെള്ളം. അപ്പോൾ ഇവിടെ ഒരു 2-3 പ്ലെയിനൊക്കെ സുഖമായിട്ട് വന്ന് താരാൻ പറ്റുന്ന ഹെലികോപ്റ്റർ എന്തായാലും പ്ലെയിൻ ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ അളിയനൊക്കെ ചൂണ്ടൊക്കെ ഇട്ടിട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ അളിയനും പിള്ളേരും ഉണ്ട്. പിന്നെ അനിയനുണ്ട്, മോനും ഉണ്ട്. അവരുടെ കൂടെ വന്ന പട്ടിയാണ് ഈ വരുന്നത്. ഇതാണ് അവർ പന്ത് കളിക്കുന്ന ഗ്രൗണ്ടാണിത്. ഈ പയ്യന്മാരിവിടെ നിർബന്ധം എന്തൊക്കെ കളിക്കുന്നതാണ്. അപ്പോൾ ഈ അനിയൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവനാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പേപ്പാറ തേക്കലും ഡാമിലെ ഏറ്റവും ഉള്ള ഭാഗത്തുള്ള വിശേഷങ്ങൾ. അവരവിടെ പിള്ളേരൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളാണ്ട് താഴോട്ടുണ്ട ഈ താഴെ ഭാഗങ്ങളെല്ലാം താഴെ ഒരു വെള്ളം. ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററോളം തന്നെ താഴോട്ട് വരുന്ന നടന്നു പോയാൽ ഇതെല്ലാം ഇവിടെ എല്ലാം ഒരു എന്താടാ കോലം. അപ്പോൾ അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മളെ അഗസ്ത്യർ കൂടെ എന്ന് പറയുന്ന അഗസ്ത്യർ മലയാണ് കാണുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ചൂണ്ടയിടാനാണ് പോകുന്നത്. അപ്പോൾ അളിയനൊക്കെ ചൂണ്ടയ്ക്ക് വന്നിട്ട് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോയി. ചൂണ്ട നമ്മളെ കയ്യിൽ തന്നു. അപ്പോൾ ഇനി നമുക്ക് പോയി ചൂണ്ടയിട്ട് നോക്കാം. മീൻ കിട്ടുമെങ്കിൽ നിങ്ങളെ ഇവിടെ കാണിച്ചു തരാം. നേരെ ചൂണ്ടയിടാൻ പോവാം. എവിടെ ചൂണ്ടയിട്. അങ്ങനെ ഞാനും വൈഫും കൂടെ ഇന്ന് ഒരു മീനെങ്കിലും പിടിക്കണമെന്ന വാശിയുമായിട്ട് ഡാമിൻ്റെ വെള്ളത്തിലേക്ക് പോവുകയാണ് ചൂണ്ടയിടാൻ. മീൻ കൊത്തിക്കൊണ്ട് പോയി. മീനെടുത്ത് ഒരെണ്ണം കിട്ടിപ്പോയി. എനിക്ക് നിലവിൽ അങ്ങനെ നമ്മളെ ഒരു എണ്ണം കിട്ടി. കാണിക്കാണ്ട് കാണിക്കുക. അപ്പോൾ ഇതാണ് ഇതിലാണ് കരിയിട പല സ്ഥലത്ത് ചെളിയിൽ പോയി. തൊടിയിൽ പോയി. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം കിട്ടിയ കരിയിടയാണ്. ഈ മീനിനെ കരിയിട എന്നാണ് പറയുന്നത്. കരിയിട മീൻ എന്നാണ് പറയുന്നത്.
അപ്പോൾ ഇത് ഓരോ സ്ഥലത്തും ഓരോ പേരാണ്. അപ്പോൾ നമ്മളിതിനെ കരിയുടെ മീൻ എന്നാണ് പറയണത്. ഇതാണ് ആ കരിയുടെ. ഒരെണ്ണം കിട്ടി. പിന്നെയും പോയാണ് ചൂണ്ടയിടാൻ. രണ്ടെണ്ണം കിട്ടി, 2 കരിയുടെ കിട്ടി. അപ്പോൾ രണ്ടാമത്തെ മീനാണിത്. അപ്പോൾ നമ്മൾ പറ അത് ഒരു അനക്കമില്ല കിടക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ചൂണ്ട കിട്ടിയതാണ്. ചൂണ്ട കണ്ട അതിനകത്ത് ഉണ്ട്. ഇതാണ് കരിയുടെ മീൻ. തറയിട്ടാണ് ചാടും. അപ്പോൾ രണ്ടെണ്ണം കിട്ടി നമുക്ക്. മീനിന് വേണ്ടി പേടിക്കാനുള്ള ലക്ഷ്യത്തോടെ നിൽക്കുകയാണ്. പോയി. അങ്ങനെ നമ്മൾ വീണ്ടും ചൂണ്ടയുമായിട്ട് വെള്ളത്തിലിറങ്ങി ചൂണ്ടയിട്ട് നോക്കാം. കഴിഞ്ഞ വർഷം ചൂണ്ടയിട്ട സമയത്ത് മീൻ കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ അവളിപ്പം 3-4 ചെറിയ മീനൊക്കെ പിടിച്ചെടുത്ത്. ഇതുവരെയ്ക്ക് എനിക്കൊന്നും കിട്ടിയില്ല. നോക്കാം നമ്മൾ ചൂണ്ടയിട്ട്. ഒരു മീനുപോലും ചൂണ്ടേൻ്റെ അടുത്തോട്ട് വന്നില്ലെന്ന് തോന്നുന്നു. എൻ്റെ വൈഫിന് ഒരു ചുണ്ടമുറൽ കിട്ടി. വൈഫിന് ചുണ്ടമുറൽ പിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ചുണ്ടമുറലൂടെ കാണാം. ഇതാണ് ചുണ്ടമുറൽ. ഇതാണ് ഈ ചുണ്ടമുറലാണ്. അപ്പോൾ നമ്മൾ ചുണ്ടമുറൽ കരിയുടെ എല്ലാം കിട്ടിയിട്ടുണ്ടെന്ന്. ഇതിന് താഴോട്ട് കാണുന്നതാണ് നമ്മളെ പേപ്പ ഡാം. ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരം അവിടെ ഒരു പാറയൊക്കെ കാണാം. പക്ഷെ ആ പാറ കാണുന്നതിൻ്റെ ആ ഭാഗത്ത് അങ്ങ് താഴെയാണ് ഡാം വരുന്നത്. ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററോളം താഴോട്ട് പോകണം. ഇത്രയും ശരിക്കും താഴെ വരെ വെള്ളം കുറഞ്ഞ് കിടപ്പുണ്ട്. വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ആരൊക്കെ ചൂണ്ടയിടാൻ വന്നിട്ട് അതിലക്കരെ സൈഡിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പേപ്പ ഡാമിൻ്റെ ഏറ്റവും മുകളിലോട്ട് വന്ന ഈ ചാത്തൻകോട് വന്നാൽ കാണുന്ന കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലമൊക്കെ അവിടെയാണ്. അതുകൊണ്ട് അവിടെ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്ററോളം ഉണ്ട് അങ്ങോട്ട്. കാണുന്ന അങ്ങോട്ടാണ്. അവിടെയാണ് നല്ല പുൽമേടുകളും ഉണ്ട്. അവിടെ ചൂണ്ടയിട്ട സ്ഥലമൊക്കെ അവിടെ ചൂണ്ടയിടുക. അപ്പോൾ ഈ കാണുന്ന ഇതിലാണ് നമ്മൾ ഓണക്കാട് സ്ഥലം പോകുന്ന വഴിയാണിത്. ഒരു ദിവസം വരാം. നമുക്ക് മീനൊക്കെ പിടിച്ചിട്ട് നമ്മൾ ആഹാരം പാകം ചെയ്യാനൊക്കെ ഒന്ന് കാണിക്കാം. നമ്മളിവിടെ തങ്ങാനൊക്കെ വരും കേട്ടോ. നമ്മൾ ഈ ഡാമിൽ ഇവിടെ വര കെട്ടി ചൂണ്ടക്കിട്ട് മീൻ പിടിച്ച് ഇവിടെ ആഹാരം വേവിച്ച് തിന്നാനൊക്കെ വരും. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തേക്ക് നമ്മൾ ഇത്ര എടുക്കുന്നുള്ളൂ.